ബി ജെ പിക്ക് കേരളത്തിൽ വലിയ വളർച്ചയുണ്ടെന്ന് പറയാനാവില്ല. പക്ഷേ ബി ജെ പിയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് ബി ജെ പിയുടെ അടിസ്ഥാനം ആർ എസ് എസ് ആണ്. ഇന്ത്യയിൽ ആർ എസ് എസിന് ഏറ്റവും നല്ല സംഘടന നേരത്തെയുള്ള സ്ഥലമാണ് കേരളം. നമ്മുടെ സംസ്ഥാനത്ത് നല്ല സംഘടനാ ശേഷിയാണ് ആർ എസ് എസ് ആർജിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ അഖിലേന്ത്യാ അടിസ്ഥാനം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയാലും ആർ എസ് എസ് പ്രചാരകരായിട്ട് പോയിട്ടുള്ള ആളുകൾ കേരളത്തിലുള്ളവരാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ ആർ എസ് എസിൻ്റെ ശേഷി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ശേഷി അവർക്കുണ്ട്. പക്ഷേ അവർക്ക് അത് ആ തരത്തിൽ രാഷ്ട്രീയമായി ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം അവർ തിരിച്ചറിയുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിന് നേരെ നല്ലതുപോലെ ആഞ്ഞടിച്ച് നോക്കുന്നത്. ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പുതിയ അടവുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ MLA സ്ഥാനം ലഭിക്കുന്നതിനിടയാക്കിയത് ഇവിടുത്തെ ചില ദൗർബല്യങ്ങളായിരുന്നു, ആ മേഖലയിലുണ്ടായ ദൗർബല്യങ്ങൾ. അപ്പോൾ അതിൽ കോൺഗ്രസ് വോട്ടിന് വന്ന ചോർച്ചയെല്ലാം ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അതേ കാര്യമാണ് തൃശ്ശൂരിലും സംഭവിച്ചത്. അവർ നല്ല വോട്ട് കോൺഗ്രസ്സിന് ചോർന്നുപോയി, അതപ്പുറത്ത് പോകുന്ന നിലയുണ്ടായി. ഇതാണ് സംഭവിക്കുന്നത്. ഈ സുരേഷ് ഗോപിയുടെ ഒരു വിജയസാധ്യത ഏതെങ്കിലും തരത്തിൽ നമ്മൾ മുൻകൂട്ടി കാണാതിരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇത് സുരേഷ് ഗോപിയുടെ വിജയസാധ്യത എന്ന് പറയുന്നത് ഈ വോട്ട് ചോർച്ചയുടെ ഭാഗമായി സംഭവിച്ചതാണല്ലോ. ഇപ്പോൾ LDFൻ്റെ വോട്ട് ഈ ഘട്ടത്തിലും ചോർന്നില്ലല്ലോ. LDFൻ്റെ വോട്ട് കുറച്ച് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. എന്നാൽ അതേസമയം UDFൻ്റെ വോട്ട് വല്ലാതെ ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടായല്ലോ. അങ്ങനൊരു ചോർച്ച അവർക്ക് സംഭവിക്കുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരും ഞങ്ങളും തമ്മിലുള്ള വലിയ മത്സരമാണല്ലോ നടക്കുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് അവിടെ പ്രകടമായത്. ഈ ലീഗിൻ്റെ പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ലീഗിന് LDFിൽ വന്നാൽ കൊള്ളാമെന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടാറുണ്ട്. ലീഗിന് LDFിൽ എടുക്കേണ്ട എന്നൊരു തീരുമാനം അങ്ങനെ ഉണ്ടോ? ഇതെല്ലാം പിന്നെ നമ്മൾ ആകാശത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ മാത്രമാണ്. കാരണം ഈ കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ? യഥാർത്ഥത്തിൽ അത് ലീഗിൻ്റെ ശക്തിയാണ്. അപ്പോൾ അത്തരം ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ നമ്മളാരും കൊണ്ട് നടക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. CM ഒന്നാം LDF സർക്കാരായിക്കോട്ടെ, രണ്ടാം LDF സർക്കാരായിക്കോട്ടെ, അതിൽ ഒത്തിരി വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഭരണം, ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുമ്പോൾ പരാമർശിക്കപ്പെടാതെ പോവുക, അല്ലെങ്കിൽ ഗ്രാഫിൽ വളരെ വിമർശിക്കപ്പെടുന്ന ഒരു ഇതാണ് ആഭ്യന്തരം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റേതായിട്ട് ആഭ്യന്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാവുന്ന എന്താണ് നേട്ടങ്ങൾ? ആഭ്യന്തര വകുപ്പിനെ പറ്റിയാണോ പറയുന്നത്? ആഭ്യന്തര വകുപ്പ് നല്ല നിലക്ക് പോവുകയല്ലേ. അതിന് സാധാരണ നിലക്ക് നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് ജനസൗഹൃദമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ കാലത്ത് ആ രീതിയിലുള്ളൊരു മാറ്റം പോലീസിന് വന്നു ചേർന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഏത് ദുരന്തഘട്ടത്തിലും ഇടപെട്ട് ജനങ്ങളോടൊപ്പം സഹായിക്കുന്ന ഒരു സേനയായി പോലീസ് മാറിയല്ലോ. മാത്രമല്ല ഏത് പ്രശ്നങ്ങളിലും ജനങ്ങൾക്ക് സഹായകമായ നിലപാട് എടുത്തു പോകുന്നൊരു സേനയായി പോലീസിനെ മാറ്റാൻ കഴിഞ്ഞല്ലോ. വലിയ വലിയ മാറ്റങ്ങൾ പോലീസിൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM ഈ GST നടപ്പാക്കിയപ്പോൾ ഇനീഷ്യലി കേരളത്തിന് ഗുണമുണ്ടാകുന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം എന്താണ് GSTയെ കുറിച്ചും? അല്ല, GST ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞത് GST വരട്ടെ എന്നുള്ള ധാരണയിലല്ല. GST യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് നല്ല മെച്ചം കിട്ടാനിടയുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയത്. പക്ഷേ അത്ര ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളത് അന്നേരം തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന് ഇപ്പോൾ എന്താ അധികാരമുള്ളത്? യഥാർത്ഥത്തിൽ കേന്ദ്രവും സംസ്ഥാനവും അത് രണ്ടും ഭരണകേന്ദ്രങ്ങളാണല്ലോ. സംസ്ഥാനത്തിന് ഇപ്പം നികുതി ചുമത്താൻ എവിടെയെങ്കിലും അധികാരമുണ്ടോ? സംസ്ഥാനത്തിൻ്റെ വരുമാനം വല്ലാതെ തടഞ്ഞു വച്ചിരിക്കുകയല്ലേ. അപ്പോൾ സംസ്ഥാന അധികാരത്തിലുള്ള ചുരുക്കം വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം. നമുക്ക് വരുമാന മാർഗം
തടഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രയാസം അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊട്ടേറെ പ്രശ്നങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GST ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരിശോധനയിലും മറ്റും വേണ്ടത്ര ഗുണകരമായ അവസ്ഥ സംസ്ഥാനങ്ങൾക്ക് വരുന്നില്ല. ചില വിഹിതങ്ങൾ ഇപ്പോഴും കട്ട് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അഡീഷണൽ റിസോഴ്സ് കിട്ടാനായിട്ട് അധിക വിഭവ സമാഹരണത്തിന് മറ്റെന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്? ഇപ്പോൾ കിഫ്ബി നമ്മൾ തന്നെ വളരെ സക്സസ്ഫുള്ളി നടപ്പിലാക്കിയതാണ്. ആ രീതിയിൽ കാരണം കേന്ദ്രം ഞെരുക്കുന്നുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്. നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തനത് നികുതി വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്, മൊത്തം തനത് വരുമാനവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. നല്ല മാറ്റമാണ് കേരളത്തിൽ ആ രംഗത്തൊക്കെ ഉണ്ടാക്കാൻ നമുക്കായിട്ടുള്ളത്. ഇത്തരം പ്രതികൂലാവസ്ഥയൊക്കെ ബോധപൂർവം സൃഷ്ടിക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായ പ്രയാസങ്ങളില്ലാതെ ചിലവുകളൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയുന്നത് ഈ ഒരു മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നല്ല മാറ്റം ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല നിലക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം നോക്കിയാൽ കേരളത്തിൻ്റെ ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ്. കേരളത്തിൻ്റെ പൊതുക്കടം കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുവേ ഒരു ധാരണ പറയുന്നുണ്ട്. അതിലും യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ കടവും വരുമാനവും തമ്മിലുള്ള അനുപാതം നോക്കിയാൽ അതിൽ നല്ല കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും കുറയും എന്നുള്ളതാണ് അവസ്ഥ. കോവിഡിൻ്റെ ഘട്ടത്തിൽ പിന്നെ എല്ലാവരും പ്രയാസം അനുഭവിച്ചല്ലോ. അത് ആ ഘട്ടത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമുള്ള അവസ്ഥ നോക്കിയാൽ നല്ലതുപോലെ ആ അനുപാതം കുറഞ്ഞു വരികയാണ്. ഇനിയും കുറയും എന്നുള്ള നിലയാണുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നില ആ തരത്തിൽ തകരാറുള്ളതല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാനത്തിൻ്റെ മാത്രം വരുമാനം കൊണ്ടല്ലാലും സംസ്ഥാനത്തിൻ്റെ വരുമാനം വേണം, കേന്ദ്രം നൽകുന്ന പണമുണ്ട്, അതിനോടൊപ്പം വായ്പ എടുക്കേണ്ടതായിട്ടും വരും. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിലൊരു കുറവുമില്ല. സംസ്ഥാനം നിർവഹിക്കേണ്ട കാര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിൽ കുറവ് വരുന്നില്ല. അത് നല്ല നിലയാണ്. ആ നില അതേ രീതിയിൽ തുടരുമ്പോൾ മറ്റത് രണ്ടും കൃത്യമായി നടക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ പോകേണ്ടതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി. അത് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന മൊത്തം ചെലവ് വഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കൃത്യസമയത്ത് അനുവദിക്കാത്ത സ്ഥിതിയുണ്ടായി. അതിലൊരു പിടിച്ചു വെക്കുന്ന നില വന്നു, കുറച്ച് താമസിപ്പിക്കുന്ന നില വന്നു. ചില കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ചെലവിടുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിക്കുന്ന നില വന്നു, കേന്ദ്രത്തിൻ്റെ വിഹിതം കുറയുന്ന നില വന്നു. ഇതൊക്കെ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റേ കാര്യത്തിൽ ഇപ്പം ചെലവിടുന്ന നില നോക്കിയാൽ കഴിഞ്ഞ വർഷം നമ്മൾ 70% ചെലവ് സംസ്ഥാനമാണ് വഹിക്കേണ്ടി വന്നത്. ഈ വർഷം അത് 75% ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം ചെലവ്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, അവിടെ നല്ലതുപോലെ കേന്ദ്ര ഫണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വലിയ കുറവ് നമ്മൾക്ക് നേരിടേണ്ടി വരികയാണ്. കടമെടുക്കേണ്ട കാര്യത്തിലും അതിൻ്റെ അനുമതി വല്ലാതെ തടയുന്ന നില സ്വീകരിച്ചു പോകുന്നു. ഇതിൻ്റെയൊക്കെ പ്രയാസം സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വരികയാണല്ലോ. അപ്പോൾ അത് അത്ര കണ്ട് അനുഭവപ്പെടാതിരിക്കുന്നത് നമ്മുടെ വരുമാനം വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി. CM ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വിശ്വാസ്യത ഇപ്പം ചിദംബരം തന്നെ പറഞ്ഞു, അത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. CMൻ്റെ ഒരു എങ്ങനെ കാണുന്നത് ഈ നമ്മുടെ BJPക്കെതിരായിട്ട് എല്ലാ രാഷ്ട്രീയ ഒരു ഓപ്പോസിഷൻ പാർട്ടീസിൻ്റെ ഒരു ഇന്ത്യ എന്താ CM എന്താ എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, ഇന്ത്യ എന്നതൊരു മുന്നണിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല നേരത്തെ തന്നെ. അതായത് നമ്മുടെ BJPക്കെതിരെയുള്ള ഒരു പൊതുവായ യോജിപ്പ് വളർത്തിയെടുക്കുക, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പൊതുവെ ഒരു നീക്കങ്ങൾ ഉണ്ടാവുക, ഇതാണ് ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന കാര്യം. പക്ഷേ പിന്നെ ഇതിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പ്രതീതിയിലേക്ക് എത്തി. നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. കാരണം എല്ലായിടങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്, വലിയ പാർട്ടിയാണ്. പക്ഷേ
ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പാർട്ടിയും നേതൃത്വമാണ് ആ കോൺഗ്രസിൻ്റേത് എന്നാണ് ഇതേവരെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിന് രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട്, വിവിധ പാർട്ടികളോട് സ്വീകരിച്ച സമീപനത്തിലുണ്ട്. അതിലൊക്കെ ഒരു നല്ല അവധാനതയോടെ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. അത്രയൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ എന്നാണ് തോന്നുന്നത്. ഓപ്പോസിഷൻ യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു യൂണിറ്റി എന്നല്ല വേണ്ടത്. ബി ജെ പിക്കെതിരെയുള്ള പ്രശ്നങ്ങളിൽ യോജിപ്പെന്നതാണല്ലോ. ബി ജെ പിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യോജിപ്പ് അന്നേരം ഉണ്ടാവും. ആ യോജിപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം. പക്ഷേ അതിന് തങ്ങളുടെ നില വലിയ തോതിൽ ഒരു സ്ഥാനം വല്ലാതെ കണക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ യോജിപ്പിന് തടസ്സമാക്കി വരുന്ന നില കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലയിൽ കാണാൻ പറ്റുക. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലയിലും ഇതേ സമീപനം കാണാൻ കഴിയും. എന്നാൽ പല ഇഷ്യൂസിലും കേരളം നേതൃത്വം എടുത്തിട്ട് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് തമിഴ്നാടുമായിട്ട് സഹിച്ച് നമ്മൾ അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് BJPക്കെതിരെ പല ഇഷ്യൂസിൽ അങ്ങനെ അല്ല, അത്തരം ഇഷ്യൂസിൽ യോജിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രായോഗികമായി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം ഏത് കാര്യത്തിന് മുൻകൈ എടുക്കുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം പ്രധാനം കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസ്സിൽ അതിനോട് വിയോജിപ്പുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് ആൾക്കാരെ ബന്ധപ്പെടാൻ നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടായി എന്ന് വരും. അതേസമയം മറ്റേതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാലിനൊക്കെ മുൻകൈ എടുത്തൊരു യോഗം വിളിച്ചാൽ എല്ലാവരെയും സഹകരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ നടക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.